ലോം തബൈക്ക ഭാഷ ലോം പോലത്തെ ഇത് കണ്ടോ. ഈ ഗ്രാമത്തിൽ വന്നപ്പം ഇവിടുത്തെ തയ്യൽ മെഷീനാണ്, പണ്ടത്തെ രീതിയിലുള്ള തയ്യൽ മെഷീനാണ് കാണുന്നത്. ചോറ് ഒരു കോപ്പയിലാണ് കിട്ടുക. ആ കോപ്പ നമുക്ക് 2 തവണ ഇവിടുന്ന് കിട്ടും. കൂടാതെ തന്നെ ഉരുളക്കിഴങ്ങിൻ്റെ സബ്ജി, ചിക്കൻ, ദാൽ, അച്ചാർ, ക്യാരറ്റ്, റായി, ഇതാണ് ഇവരുടെ പ്രധാന ഡിഷ് എന്ന് പറയുന്നത്. ജീവിച്ചിരിക്കുമ്പോൾ മനോഹരമായ കാഴ്ചകൾ കാണാൻ കഴിയുന്ന സമയമാണ് ഭാഗ്യം. സുഹൃത്തുക്കളെ നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് നേപ്പാളിലെ കാണ്ടെ എന്ന് പറഞ്ഞൊരു ഗ്രാമത്തിലാണ്. അതായത് ഞാൻ നേപ്പാളിലെ മാർദി ഹിമാലയിലേക്ക് ഒരു ട്രെക്കിംഗ് ആരംഭിക്കുകയാണ്. ഇവിടെ കണ്ടോ റൂട്ട് മാപ്പും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. മാർദി ഹിമാലയ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് വിചാരിച്ചാൽ നേപ്പാളിലെ ഗണ്ഡകി പ്രൊവിൻസിലെ കാസ്കി ജില്ലയിൽ വരുന്ന ഒരു ഹിമാലയാണ് മാർദി ഹിമാലയ എന്ന് പറയുന്നത്. അങ്ങോട്ടേക്കാണ് കേട്ടോ പോകുന്നത്. ഇപ്പം കാണ്ടെ എന്ന് പറഞ്ഞൊരു ഗ്രാമത്തിലാണ് ഉള്ളത്. ഇവിടെ അത്യാവശ്യം വാഹനങ്ങളൊക്കെ കിട്ടും കേട്ടോ. പൊക്രയിൽ നിന്ന് ഏകദേശം 29 കിലോമീറ്ററും കാഠ്മണ്ഡുവിൽ നിന്നും 200 കിലോമീറ്ററുമാണ് ഈ ഒരു ഹിമാലയത്തിലേക്ക് പോകാനുള്ള ദൂരം വരുന്നത്. ഈ ഒരു ചെക്ക് പോസ്റ്റ് കണ്ടോ, ഇവിടെ നിന്നാണ് ഈ ഒരു ഹിമാലയത്തിലേക്ക് സ്റ്റാർട്ടിങ് തുടങ്ങുന്നത്. ഇവിടെ നമുക്ക് കണ്ടോ ഹോട്ടൽ ദുരൻസ്, ആസ്ട്രേലിയൻ ക്യാമ്പ് എന്നൊക്കെ കണ്ടോ. അവിടെ വേണം എത്താൻ. ഏകദേശം 2 മണിക്കൂർ നടന്നാലാണ് അടുത്തൊരു ക്യാമ്പിലെത്തുക, അവിടെ താമസിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്ക് ഈ നടന്നു പോകുന്ന യാത്രയിൽ ഈ ഹിമാലയ എവിടെയാണ് വരുന്നത്, ഏത് റീജിയനാണ്, എല്ലാ കാര്യങ്ങളും ഞാൻ ഉൾപ്പെടുത്താം. ഹായ്, ഞാൻ എവിടെ പോയാലും എൻ്റെ കൂടെ പട്ടിക്കുട്ടന്മാർ വരുന്ന കണ്ടോ, അതാണ് സ്നേഹം കേട്ടോ. കാണ്ടെ ഗ്രാമത്തിൽ നിന്നും കുറച്ച് താഴോട്ട് ഇറങ്ങി ഇതുപോലെയുള്ള പാറക്കല്ല് പാകിയ നടപ്പാതകളാണ് ഉണ്ടാവുക. ഏകദേശം 4-5 ദിവസത്തെ ട്രെക്കിംഗ് ആണെന്നാണ് ഗ്രാമവാസികൾ പറയുന്നത്. ഗൈഡിനെ ഒന്നും ഉപയോഗിക്കാതെ സോളോ ആയിട്ടാണ് ഞാൻ ഈ യാത്ര ചെയ്യുന്നത്. ഒരു ബഡ്ജറ്റ് യാത്ര ചെയ്യുന്ന ഒരു വ്യക്തിക്ക് എങ്ങനെ സിമ്പിളായി ഈ ഒരു യാത്ര ചെയ്യാമെന്ന് കൂടിയാണ് ഞാൻ ഈ ഒരു ബ്ലോഗിൽ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. ചിലപ്പം പാർട്ട് 1, 2, 3 വരെ എത്തിയേക്കാം. കാരണം 5 ദിവസം ഉണ്ടെന്നാണല്ലോ പറയുന്നത്. എല്ലാ വീഡിയോ ഒന്നിൽ ഉൾപ്പെടുത്തുന്നതിനെക്കാട്ടും നല്ലത് 20 മിനിറ്റുള്ള വീഡിയോസ് ആക്കി അങ്ങനെ 2-3 വ്ളോഗ് ആക്കുന്നതായിരിക്കും കൂടുതൽ നല്ലതെന്ന് തോന്നുന്നു. അറിയത്തില്ല, നമുക്ക് കണ്ടറിയാം. എന്തായാലും നമുക്ക് മുകളിലോട്ട് പോകാം. കൂടാതെ തന്നെ കാഴ്ചകളും കാണാം. സുഹൃത്തുക്കളെ, ഞാൻ ഈ ട്രയൽസിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഒരാളെ വഴിയിൽ നിന്ന് കണ്ടു. നിനക്ക് ചെറിയ പൈസക്ക് ഹോട്ടലും കാര്യങ്ങളൊക്കെ റെഡിയാക്കി തരാൻ മുകളിൽ പറഞ്ഞിട്ടുണ്ട്. नमस्ते। नमस्ते ब्रदर। तपाईँका नाम के है? मेरो नाम सन्तोष विक हो। म यहाँ आई एम सेलिङ फर नेपाली ओल्ड पिकनिक स्टिक्स एन्ड वाटर। അതായത് होटल आल्सो इन मार्दी हिमाल। അധികം ആൾക്കാരും ഇങ്ങനെ സ്റ്റിക്ക് എടുത്തിട്ടുള്ള വരുന്നത്. എന്നെപ്പോലെ എൻ്റെ സ്റ്റിക്ക് ഉണ്ട്, ഞാൻ ഉപയോഗിക്കുക. ഇതുണ്ട് വടി എന്ന് വിചാരിച്ചാൽ ഈ പെട്ടെന്ന് വരുന്ന ഈ നേപ്പാളിൽ നിന്ന് ആൾക്കാരുണ്ട്, അവരാണ് കൂടുതൽ ഇത് വാങ്ങുക. ഫോറിനേഴ്സ് ഇത് ഉപയോഗിക്കുക. എന്നിട്ട് വിചാരിച്ച ബാഗിൽ ചെറുതാക്കി വെക്കാൻ സാധിക്കും. കിतना पैसे है? नहीं आप बोलिए, नो प्रॉब्लम. इस पहाड़ी एरिया नेपाली 100 रुपीस ओनली। നേപ്പാളിൽ 100 രൂപയാണ് കേട്ടോ. പിന്നെ മിനറൽ വാട്ടർ ഒക്കെയാണ് പുള്ളിക്കാരൻ സെയിൽ ചെയ്യുന്നത്. അജുർ ധന്യവാദ്. आराम से काम करो। आराम से आप ऊपर जाइए, मेरा होटल पे बैठिए। कौन सा होटल है आपका? होटल माउंटेन गैलरी। മൗണ്ടൻ ഗാലറി എന്ന ഹോട്ടലുണ്ട്. 600 രൂപ നേപ്പാൾ പൈസക്ക് സ്റ്റേ തരുന്ന പറഞ്ഞേ. ठीक है, आधा घंटा ऊपर है। आधा घंटा ऊपर है। ओके ठीक है, धन्यवाद। बहुत बहुत शुक्रिया। वीडियो बनाए ये नेट पे डालिए और मेरे को ठीक है ओके बाय। എന്താ നല്ല മനുഷ്യരല്ലേ. മനോഹരമായ പർവ്വത താഴ്വരയാണ് നിങ്ങൾ കാണുന്നത്. താഴോട്ട് നോക്കിയേ, പച്ചവിരിച്ച മൈതാനവും വലിയ മലകളും ചെറിയ ചെറിയ വീടുകളാണ് കേട്ടോ. മരം കൊണ്ടും കല്ലുകൊണ്ടുണ്ടാക്കിയ വീടാണ് ഇവിടെ കൂടുതൽ ഉള്ളത്. എന്താ ഇതൊക്കെ കാണുമ്പോഴാണ് കേട്ടോ യാത്രയിലൊരു സന്തോഷം എന്ന് പറയുന്നത്. നല്ല തണുപ്പാണ്. ഇവിടുത്തെ ജനങ്ങൾ നല്ലപോലെ തണുപ്പ് ആസ്വദിക്കുന്ന ആൾക്കാർ കൂടിയാണ് കേട്ടോ. ഇവർക്ക് ചൂട് തീരെ ഇഷ്ടമല്ല ഈ ഒരു ഭാഗത്തുള്ള ആൾക്കാർക്ക്. നടന്നു പോകുന്ന പാതകളിലൊക്കെ ഇതുപോലെ വീടുകൾ കാണാൻ സാധിക്കും. നല്ല തണുത്ത ഭൂപ്രദേശമാണ്. എന്തായാലും സ്ഥലങ്ങളൊക്കെ കണ്ടോ, ഗ്രാമത്തിലൊക്കെ നോക്കിയാൽ കൂട്ടയം എടുത്ത് പുല്ലിന് വേണ്ടി പോകുന്നതാണ്, ആടിനും പശുവിനൊക്കെ കൊടുക്കാൻ വേണ്ടി. ഒരു മനോഹരമായ ട്രയൽസാണ്. ധാരാളം കാഴ്ചകൾ ആസ്വദിക്കാൻ സാധിക്കും. വാ ഇനിയും മുകളിലോട്ട് പോകാം. ഗ്രാമത്തിലെ ജനങ്ങൾ പുല്ലെടുക്കാൻ വേണ്ടി പോകുന്നതാണ്. എത്ര സന്തോഷമായ കാഴ്ചകൾ നോക്കിയാൽ. അവരെന്താണ് ആ മരത്തിൻ്റെ ഒരു കൂട്ടയാണ് കേട്ടോ. കൂട്ടാന്നാണ് നമ്മൾ മലയാളത്തിൽ പറയുക. ഇവരുടെ ഭാഷയിൽ വേറെ ലാംഗ്വേജാണ്. അത് നമുക്ക് പഠിച്ചെടുക്കാം എന്തായാലും യാത്രയിൽ തന്നെ.
കാലാവസ്ഥ നല്ലതുപോലെ മങ്ങി തുടങ്ങി. 2 ദിവസമായിട്ട് മൊത്തം മൂടൽ മഞ്ഞാണ്. ഇവർ ഈ ഒരു പ്രതിഭാസത്തെ കുയിര എന്നാണ് പറയുക കേട്ടോ. മൂടൽ മഞ്ഞിനെ കുയിര എന്നാണ് ഇവർ പറയുന്നത്. അങ്ങ് ദൂരെ കാണുന്നത് റിസോർട്ടാണ്. നല്ല പൈസയാണ് താമസിക്കാൻ. ഒരു ദിവസം നേപ്പാൾ പൈസ 15,000 20,000 രൂപയൊക്കെയാണ് ഇവിടെ വാങ്ങുന്നത് കേട്ടോ. റിസോർട്ടിൻ്റെ ചാർജ് എന്ന് പറയുന്നത്. ഫോറിനേഴ്സാണ് കൂടുതലും റിസോർട്ടിലൊക്കെ താമസിക്കുന്നത്. എൻ്റെ യാത്രയിൽ എനിക്ക് കൂടുതലുമായി സന്തോഷം കിട്ടുന്ന കാര്യം എന്താണെന്നറിയോ? യാത്രയിൽ ഇങ്ങനെയുള്ള വീട് കാണുമ്പോഴാണ്. മനോഹരമായ പ്രകൃതിയിൽ അവരെ വീട് നിർമ്മിച്ചെന്ന് നോക്കിയാൽ അത് നമ്മുടെ ടിന്നാണ് കേട്ടോ. മുകളിൽ പാകിയിരിക്കുന്ന ടിന്ന് നമ്മളെ പാറക്കല്ലിൽ, ഈ പ്രകൃതി നിന്ന് കിട്ടുന്ന പാറക്കല്ല. നമ്മുടെ നാട്ടിൽ മിഷൻ കല്ലിലാണ് വീടുകൾ നിർമ്മിക്കുക. ഇവിടെ അങ്ങനെയല്ല കേട്ടോ. താഴ്ന്ന പ്രദേശങ്ങളിൽ ഇഷ്ടികയാണ് ഉപയോഗിക്കുക. അല്ലാത്ത സ്ഥലങ്ങളിൽ ഇതുപോലുള്ള പത്തറാണ്, കല്ലിനെയാണ് പത്തർ എന്ന് ഹിന്ദിയിൽ പറയുന്നത്. എന്തായാലും സന്തോഷം കേട്ടോ. നല്ല തണുപ്പുണ്ട്. ഇവരെ ചുറ്റുപാടും കൃഷിയുണ്ട് കേട്ടോ. ഗ്രാമവാസികൾ നടന്നു പോകുന്ന സ്ഥലം കണ്ടോ? യാർസ ഗുംബ, ഹിമാലയത്തിലെ കിട്ടുന്ന ഒരു സ്വർണ്ണമാണ് കേട്ടോ യാർസ ഗുംബ എന്ന് പറയുന്നത്. അതെടുക്കാൻ വേണ്ടി പോകുന്ന ഗ്രാമവാസികൾ ഇവിടെ ധാരാളം ഉണ്ട്. മനോഹരമാണ് കേട്ടോ. ഓരോരോ യാത്രകൾ ഇങ്ങനെ മുന്നോട്ട് പോകുന്തോറും നമുക്ക് കിട്ടുന്നത്. ഓ, നല്ല തണുപ്പുണ്ടല്ലോ. ഇതൊക്കെ കുടിച്ചിട്ട് വേണം മുന്നോട്ടുള്ള യാത്ര ചെയ്യാൻ വേണ്ടി. കുപ്പിയിൽ വെള്ളം 1 ലിറ്റർ ഉണ്ട്. പക്ഷെ അധികം ക്യാരി ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഓൾറെഡി നല്ല ലഗേജ് ഉണ്ടല്ലോ. നമുക്ക് എന്തായാലും നടക്കാം മുന്നോട്ടേക്ക്. സുഹൃത്തുക്കളെ, ഞാനിപ്പോൾ എത്തിയിരിക്കുന്നത് മാരുതി ഹിമാലയ ട്രെക്ക് ചെയ്യുമ്പോൾ ആദ്യം കാണുന്നൊരു ക്യാമ്പാണ്. അതായത് ധാരാളം ഹോട്ടലുകൾ വരുന്ന ആദ്യത്തെ ഒരു ക്യാമ്പാണ്. ഓസ്ട്രേലിയൻ ക്യാമ്പ് എന്ന് പറയും. ഈ ഓസ്ട്രേലിയൻ ക്യാമ്പ് എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തിൻ്റെ പേരാണ്. ഇവിടെ ഏകദേശം 28-25ഓളം ഹോട്ടൽ ലഭിക്കും. അത് ലക്ഷറി ഹോട്ടൽ ലഭിക്കും. 500 രൂപ മുതൽ 400 രൂപ വരെയുള്ള റൂമും കാര്യങ്ങളൊക്കെ ഇവിടെ ലഭിക്കും. പക്ഷേ ഭക്ഷണത്തിന് തീ വിലയാണ്. നമ്മൾ ചിക്കൻ ഫ്രൈ ഒക്കെ ഇല്ലേ, ഏകദേശം 1 കിലോ ചിക്കൻ ഫ്രൈക്കൊക്കെ ഇവിടെ വരുന്ന പൈസ 2800 രൂപയാണ്. ദാൽ ബാത്തിന് 800 രൂപയാണ്. ഒരു പ്ലേറ്റ് ദാൽ ചാവൽ കഴിക്കണമെങ്കിൽ 800 രൂപ കൊടുക്കണം. ഭക്ഷണത്തിനാണ് പൈസ കൂടുതൽ. ആദ്യത്തെ ദിവസം ആയതുകൊണ്ടും ഞാൻ നല്ലതുപോലെ ടയേർഡ് ആയതുകൊണ്ടും ഞാനിവിടെ റൂം എടുത്തിട്ടുണ്ട്. നേപ്പാൾ പൈസ 1000 രൂപേൻ്റെ റൂമാണ് കിട്ടിയിരിക്കുന്നത്. നമ്മൾ ഇന്ത്യയിലാണെങ്കിൽ ഏകദേശം 2000 രൂപയൊക്കെ വരും ടൂറിസ്റ്റ് ലൊക്കേഷൻ ഈ ഒരു സ്ഥലത്തിന്. നമുക്ക് ഇന്ത്യക്കാർക്ക് ഗുണം എന്ന് പറഞ്ഞാൽ ആ 1.6 വാലി ഇല്ലേ, അതുകൂടെ വളരെ ഉപകാരമാണ് കേട്ടോ. അതുള്ളത് കൊണ്ടാണ് എനിക്ക് ഇത്രയും നാളും യാത്ര കണ്ടിന്യൂ ചെയ്യാൻ സാധിക്കുന്നത്. ഈ ഒരു ലൊക്കേഷന് കൊടുത്ത സ്ഥലങ്ങളൊക്കെ ഞാൻ ഈ ഒരു വ്ളോഗിൽ തന്നെ ഉൾപ്പെടുത്താം. ഇവിടുത്തെ ഭക്ഷണം കണ്ടോ? ഇതാണ് ഞാൻ ഇന്ന് ഇവിടുന്ന് ഉച്ചയ്ക്ക് കഴിക്കുന്ന ഭക്ഷണം എന്ന് പറയുന്നത്. ചോറ് ഒരു കോപ്പയിലാണ് കിട്ടുക. ആ കോപ്പ നമുക്ക് 2 തവണ ഇവിടുന്ന് കിട്ടും. കൂടാതെ തന്നെ ഉരുളക്കിഴങ്ങിൻ്റെ സബ്ജി, ചിക്കൻ, ദാൽ, അച്ചാർ, ക്യാരറ്റ്, റായി, ഇതാണ് ഇവരുടെ പ്രധാന ഡിഷ് എന്ന് പറയുന്നത്. ഇവിടെ ചിക്കൻ ഐറ്റംസിന് വില കൂടുതലാണ്. ഇത് കണ്ട് ഈ ഒരു പ്ലേറ്റ് ഭക്ഷണം കഴിക്കാൻ വേണ്ടി 1000 രൂപ നേപ്പാൾ പൈസയാണ് വരുന്നത്. ഈ ഒരു ഭാഗത്ത് വേറൊരു ഓപ്ഷൻ ഇല്ല കേട്ടോ. നമ്മളെ ടെൻറ്റില്ല. ആ ടെൻറ്റ് പോലും ഇവിടെ എവിടെ അടിക്കാൻ പോലും അനുവാദമില്ല. കാരണം അതിന് ഫൈനാണ്, എക്സ്ട്രാ ചാർജ് കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടതായിട്ടുണ്ട്. എന്തായാലും സാരമില്ല. ഇങ്ങനെയുള്ള ഹിമാലയ ഏരിയകളിൽ വരണമെങ്കിൽ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഉണ്ട്. നിങ്ങൾക്ക് ടെൻറ്റ് ഉണ്ടെങ്കിൽ ഉൾക്കാടുകളിൽ പോയി അടിക്കുക. പക്ഷെ അത് അപകടമാണ്. ഇവിടെ ആനിമൽസുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ ഞാൻ ഇന്ന് കഴിക്കുന്ന ഭക്ഷണം ഇതാണ്. ഇവിടെ വില കുറഞ്ഞ ഭക്ഷണം കിട്ടുമെന്ന് പറഞ്ഞാൽ വളരെ കുറവാണ് കേട്ടോ. ചൗമിനില്ല, നമ്മൾ നൂഡിൽസിന് വരെ ഇവിടെ 500 രൂപയാണ് ഈടാക്കുന്നത്. നല്ല പൈസയാണ്. കാരണം ഇവർക്ക് ആകെ 3-4 മാസം മാത്രമാണ് ഇവിടെ കസ്റ്റമർ വരുന്നത്. അപ്പോൾ അവരുടെ അടുത്ത് പൈസ വാങ്ങാൻ കിട്ടുന്ന ഏക ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഭക്ഷണത്തിൽ കൂടുതൽ പൈസ എടുക്കുക എന്നതാണ്. ഫോറിനേഴ്സിൻ്റെ അതേ ചാർജാണ് ഇന്ത്യക്കാരുടെ അടുത്ത് നിന്ന് ഇവർ വാങ്ങുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ഈ ഭക്ഷണവും കാര്യങ്ങളൊക്കെ കഴിക്കാം. मशीन का नाम ലോം. തബൈക്ക ഭാഷ ലോം പോലത്തെ. ഇത് കണ്ടോ? ഈ ഗ്രാമത്തിൽ വന്നപ്പം ഇവിടുത്തെ തയ്യൽ മെഷീനാണ്. പണ്ടത്തെ രീതിയിലുള്ള തയ്യൽ മെഷീനാണ് കാണുന്നത്. ഈ സബ് ഹാൻഡ് മെയ്ഡ് പ്രൊഡക്റ്റ്. अच्छा, तभी का नाम क्या है? विनीता. मैं इंडिया केरला वाटा. हिंदी ज़्यादा नहीं है, नेपाल भाषा ज़्यादा नहीं है. तो क्या आप काम करो, क्या बोल, ओम ब्लूम बोलते हैं. हिंदी में क्या बोलते हैं? ഓക്കെ. എന്തായാലും വളരെ സന്തോഷം കേട്ടോ. ഒരു പഴയ ഒരു മെറ്റീരിയലാണ്.
ഞാൻ പറഞ്ഞല്ലോ, ഈ ഓസ്ട്രേലിയൻ ക്യാമ്പ് എന്നാണ് ഈ ഒരു പ്രദേശത്തെ പറയുന്നത്. ഫസ്റ്റ് നമ്മൾ പൊക്രയിൽ നിന്നും കാണ്ടെ ഗ്രാമത്തിലെത്തി, കാണ്ടയിൽ നിന്നും ഓസ്ട്രേലിയൻ ക്യാമ്പ് എന്ന് പറഞ്ഞൊരു വില്ലേജിലെത്തി. ഇവിടെ ഇങ്ങനെ ചെറിയ ചെറിയ കടകളും കാര്യങ്ങളൊക്കെ കാണും. തണുപ്പത്തിടാനുള്ള വസ്ത്രങ്ങളാണ് ഇവരോട് വിൽക്കുന്നത് കേട്ടോ. മൊത്തം തണുപ്പത്തിടാനുള്ള വസ്ത്രങ്ങളാണ്. കൂടാതെ ഹാൻഡ് മെയ്ഡ് പ്രൊഡക്റ്റും കാര്യങ്ങളൊക്കെ ഇവർക്കുണ്ട് കേട്ടോ. ഭക്ഷണം കൂടാതെ തുണിയായാലും ചെരുപ്പായാലും എല്ലാം ഇവർ ഗ്രാമത്തിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. എന്തെങ്കിലും സന്തോഷം. നോക്കിയേ, ഒരു പഴയൊരു മെഷീൻ കേട്ടോ. കാണുമ്പോൾ ഒരു സന്തോഷം തോന്നുവാണ്. ഞാൻ നിൽക്കുന്ന ഈ ഒരു സ്ഥലം കണ്ടോ, ഇവിടുത്തെ ക്യാമ്പിംഗ് സൈറ്റാണ്. അതായത് നമ്മുടെ ടെൻറ്റില്ല, നമ്മൾ പേഴ്സണൽ ടെൻറ്റ് ഇവിടെ അലോഡല്ല, അത് ഇവർ വിടുന്നില്ല കേട്ടോ. അത് നമ്മളെ ടെൻറ്റ് എടുത്തിട്ട് വരുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വലിയ ദൂരം നിങ്ങളെ ടെൻറ്റ് എടുത്ത് വരാതിരിക്കോ. ഇവിടെ 500 രൂപക്കോ 400 രൂപക്കൊക്കെ റൂം കിട്ടും, ഡോർമെറ്ററി പോലെ. അതിൽ നിൽക്കാൻ നോക്കുക കേട്ടോ. കാരണം അത്രയും ഭാരം എടുത്ത് വന്നിട്ട് ഇവിടെ അത് അലോഡ് ചെയ്യുന്നില്ല, വളരെ വിഷമം തോന്നും. ഈ പ്രാവശ്യം ഞാൻ വരുമ്പോൾ ഒക്കെ പഠിച്ചിട്ടാണ് കേട്ടോ വന്നത്. ഇത് ഇവിടുത്തെ ക്യാമ്പിംഗ് സൈറ്റാണ്. ഇവിടെ താമസിക്കാൻ വേണ്ടി 700 രൂപ നേപ്പാൾ പൈസയാണ്. 700 എന്ന് പറയുമ്പോൾ ഇന്ത്യൻ പൈസയിലേക്ക് നിങ്ങൾ ഹരിച്ചാൽ മതി, 1.6 വെച്ചിട്ട്. അപ്പം മനസ്സിലാകും. അപ്പോൾ ഇവിടുത്തെ ക്യാമ്പിംഗ് സ്പോട്ട് കണ്ടല്ലോ, നല്ലൊരു ഹിമാലയത്തിൻ്റെ കാഴ്ച കാണാൻ സാധിക്കും കേട്ടോ. പക്ഷേ ഇന്നത്തെ ഒരു ദിവസം എന്ന് പറയുന്നത് മൊത്തം മൂടി ക്ലൈമറ്റാണ്. എന്നാലും ഞാൻ ഈ ഒരു വിഷ്വൽ ഇത് ഉൾപ്പെടുത്താൻ നോക്കാം. ഈ ഒരു പ്രദേശത്താണ് കേട്ടോ ഇവർ ഓസ്ട്രേലിയൻ ക്യാമ്പ് എന്ന് പറയുന്നത്. ഫോറിനേഴ്സ് വരുന്നത് കൊണ്ടാവാം അവരങ്ങനെ ഒരു പേരിട്ടത്. ജർമ്മനിയിൽ നിന്ന് വന്ന സഞ്ചാരികളെയാണ് നിങ്ങളെ കാണുന്നത്. എല്ലാവരും എൻജോയ് ചെയ്യുകയാണ് കേട്ടോ. ഇവിടെ ഒരു ചായ കുടിക്കാൻ വേണ്ടി ഏകദേശം 200 രൂപയാണ് നേപ്പാൾ പൈസ വരുന്നത്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ പൈസ വളരെ ചെറുതാണ്. പക്ഷേ ഇന്ത്യക്കാർക്ക് പറ്റുന്ന അടി എന്താ വിചാരിച്ചാൽ, നമ്മൾക്കൊരിക്കലും താങ്ങാൻ പറ്റുന്ന റേറ്റ് അല്ല. ഒരു ചായക്ക് പോലും ആയാൽ അവർക്ക് ഇവിടുന്ന് ഒരു ചിക്കൻ ബിരിയാണി ആയാലും എന്ത് കഴിച്ചാലും, കാരണം അവരെ കൺട്രിയിലെ കറൻസി എന്ന് പറയുന്നത് ഇവിടെ ഡബിളാണ്. അതായത് 1 രൂപ എന്ന് പറഞ്ഞാൽ 130 രൂപയും 90 രൂപയും 80 രൂപയൊക്കെയാണ് അവരെ ഡോളർ വരുന്നത് മറ്റുള്ള ഫോറിൻ രാജ്യങ്ങളുടെ. അതൊരു കണക്കിന് നല്ലതാണ് കേട്ടോ. അവർക്ക് വെച്ച് നോക്കുമ്പോൾ അടിപൊളിയാണ്. ഇന്ത്യക്കാർക്ക് ആ റേറ്റ് വളരെ കൂടുതലായിരിക്കും കേട്ടോ. നമുക്ക് താങ്ങാൻ പറ്റണമെന്നില്ല, പ്രത്യേകിച്ച് എന്നെ പോലുള്ള സഞ്ചാരികൾക്ക്. പക്ഷേ എനിക്കിതൊക്കെ കാണുമ്പോൾ സന്തോഷമാണ്. അവരവരെ രാജ്യത്തു നിന്ന് വന്ന് നമ്മൾ അയൽരാജ്യമായ നേപ്പാളിൽ വന്ന് സന്തോഷത്തോടെ ബീഡിയൊക്കെ വലിച്ചൊരു പുകയൊക്കെ വിട്ടിങ്ങനെ ഇരിക്കുന്നത് കാണുമ്പോൾ എനിക്കൊരു സന്തോഷമുണ്ട്. അവരും ഇവിടെ വന്ന് സന്തോഷിക്കുന്നുണ്ടല്ലോ, അത് മതിയല്ലോ. ഇംഗ്ലണ്ടിൽ നിന്നും വന്ന ഒരാളാണ്, ഇങ്ങനെ ഊനാലാടി കളിക്കുവാണ്. എന്ത് രസമാണല്ലേ. ആശ ഞാൻ ക്യാമറ എടുക്കുന്ന കണ്ടായിരുന്നു. ആദ്യം ഇതിന് മുകളിൽ കയറി നിൽക്കുമായിരുന്നു. ഞാനിങ്ങനെ വീഡിയോസൊക്കെ എടുക്കുന്ന കണ്ടപ്പോൾ പുള്ളിക്കാരൻ്റെ ടോണങ്ങ് മാറി മെല്ലെ അങ്ങ് ആടി കളിക്കുക. എന്ത് രസമല്ലേ, ഹിമാലയ താഴ്വരയിൽ വന്ന് നല്ലൊരു ഊനാലാട്ടം. ഇതൊക്കെയാണ് കേട്ടോ ജീവിതം. അവരവരുടെ ജോബൊക്കെ കുറേ നാളത്തേക്ക് മാറ്റി വെച്ചിട്ടാണ് ഫോറിനേഴ്സൊക്കെ ഇന്ത്യ നേപ്പാളൊക്കെ സഞ്ചരിക്കാൻ വരുന്നത്. നമ്മളതുപോലെ കണ്ട് നല്ല നല്ല യാത്രകളൊക്കെ ചെയ്യാൻ നോക്കുക. സുഹൃത്തുക്കളെ, രാവിലെ എഴുന്നേറ്റ് നോക്കിയപ്പോൾ കാണുന്നതാണ് മൊത്തം കോടമഞ്ഞാണ്. ഹിമാലയത്തിൻ്റെ കാഴ്ചകളൊന്നും കാണാൻ സാധിക്കുന്നില്ല. കുറച്ച് ദിവസമായിട്ട് കാലാവസ്ഥ വളരെ മോശമാണെന്നാണ് ഇവിടുത്തെ ജനങ്ങൾ പറയുന്നത്. ഒന്ന് ഡിസംബർ അല്ലേ, അതുകൊണ്ടായിരിക്കാം. എന്തായാലും വെയിറ്റ് ചെയ്യുക. കാരണം അങ്ങ് ദൂരെ കണ്ടോ കോടമഞ്ഞിൻ്റെ ഒരു നദി തന്നെയുണ്ട് ആകാശത്തിന് മുകളിൽ. ആ ഒരു ഭാഗത്ത് മാത്രമാണ് വെയിൽ വന്നിട്ടുള്ളത്. എന്തായാലും വെയിറ്റ് ചെയ്യാം. നമുക്ക് മെല്ലെ മെല്ലെ താഴോട്ടേക്ക് ഇറങ്ങാം. എന്തായാലും സത്യം പറഞ്ഞാൽ കാടിലൂടെ സഞ്ചരിക്കാൻ നിങ്ങൾക്ക് പേടിയൊന്നും ഇല്ലെങ്കിൽ തനിച്ച് യാത്ര ചെയ്താൽ കേട്ടോ. വേറൊന്നും വരാനൊന്നുമില്ല. കാലാവസ്ഥ നോക്കണം. മഞ്ഞൊന്നും പെട്ടെന്ന് പെയ്യാത്തൊരു സമയത്ത് നിങ്ങൾ തിരഞ്ഞെടുക്കുക യാത്രകൾ. ഞാനിത് ശീലമായതുകൊണ്ടാണ് കേട്ടോ ഈ ഡിസംബറിൽ തന്നെ ഈ ഒരു ട്രക്കിങ് സ്റ്റാർട്ട് ചെയ്തത്. നല്ല തണുപ്പൊന്ന് എൻജോയ് ചെയ്യാൻ വിചാരിച്ചു. നടന്നു പോകുന്ന പാതകൾ മൊത്തം കോടമഞ്ഞുകൊണ്ട് മൂടിയ കേട്ടോ. നിലവിൽ ഞാൻ നടന്ന ദൂരം എന്ന് പറഞ്ഞ് നിന്ന് 4 മണിക്കൂറാണ്. ഇനി ഇവിടുന്ന് 4 മണിക്കൂർ നടക്കണം കേട്ടോ. എൻ്റെ യാത്രയിൽ കൂട്ടുകാരൻ എന്ന് പറയുന്നത് പാട്ടുകളും ഈ കാണുന്ന പ്രകൃതിയുമാണ്. പാട്ടുകൾ കേട്ടുകൊണ്ടാണ് ഞാൻ എപ്പോഴും യാത്രകൾ ചെയ്യുക കേട്ടോ. പാട്ടുകൾ പാടുകയും ചെയ്യാറുണ്ട്, പക്ഷെ ആ പാടുന്ന പാട്ടൊന്നും നിങ്ങളിലേക്ക് എത്തിച്ചു തരാറില്ല. അതെങ്ങനെയാണെന്ന് പോലും എനിക്കറിയില്ല. ഇനി ഇവിടുന്ന് നടന്നിട്ട് ഫോറസ്റ്റ് ക്യാമ്പ് എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തണം. ഓസ്ട്രേലിയൻ ക്യാമ്പിൽ നിന്നാണ് യാത്ര ആരംഭിച്ചത്. പക്ഷെ ഞാൻ വന്ന റൂട്ട് വളരെ ഡിഫറെൻ്റ് ആട്ടോ. ഷോർട്ട് കട്ട് പാതയാണ് ഞാൻ എപ്പോഴും തിരഞ്ഞെടുക്കുന്നത്. റിസ്ക് ആണെങ്കിൽ പോലും അത് മനോഹരമാണെന്ന് പറയാം. ഇനിയും നടക്കണം. വാ വാ.
ഏകദേശം 5.5 മണിക്കൂറോളം നടന്ന് ഒരു ഹോട്ടൽ ഭാഗത്ത് എത്തിയിരിക്കുവാണ്. നമ്മൾ കാട്ടിലൂടെ സഞ്ചരിക്കുമ്പം 3-4 മണിക്കൂറോളം നടന്നാൽ മാത്രമാണ് നമുക്ക് എന്താണ് ഹോട്ടൽ പറഞ്ഞാൽ മരം കൊണ്ട് ഉണ്ടാക്കിയ ഹോട്ടലാണ് കേട്ടോ. എൻ്റെ ബാക്കിലെ ഗസ്റ്റിനെ കണ്ടോ, ഫോറിനർ വിത്ത് നേപ്പാൾ ഗൈഡാണ്. അങ്ങനെയാണ് ഇവിടെ സഞ്ചാരികൾ വരിക. എനിക്ക് കുറേ സമയം എടുക്കും, കാരണം എന്താ വിചാരിച്ചാൽ അറിയാത്ത റൂട്ടിലൂടെയാണ് ഞാൻ കയറി വരുന്നത്. എന്നാലും ഞാൻ എൻ്റെ സഞ്ചാരത്തിനിടയിൽ ഗൈഡിനെയും കൊണ്ട് ഫോറിനർ വരുമ്പോൾ കാണുമ്പോൾ നമ്മളെ കൊണ്ടൊരു ചെറിയൊരു പൈസയിൽ നമുക്ക് യാത്രകൾ ചെയ്യാൻ സാധിക്കുന്നുണ്ടല്ലോ, അത് തന്നെയാണ് വലിയൊരു കാര്യം കേട്ടോ. ഇവിടെ നല്ലൊരു ചായ പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു ബ്ലാക്ക് ചായ കണ്ടോ, നേപ്പാൾ പൈസ 250 രൂപയാണ് കേട്ടോ ഒരു കപ്പ് ചായക്ക്. 250 രൂപയാകുമ്പോൾ ഫുഡിൻ്റെ കാര്യം ഞാൻ പറയണ്ടല്ലോ. അപ്പോൾ ഇവിടെ നിന്ന് 1 മണിക്കൂർ 2 മണിക്കൂർ കൂടി നടന്നാലാണ് ഫോറസ്റ്റ് ക്യാമ്പ് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അവിടെ പോയിട്ട് വേണം ക്യാമ്പ് ചെയ്യാനും കാര്യങ്ങളൊക്കെ. അപ്പോൾ അവിടെ എത്തിയിട്ട് നമുക്ക് ബാക്കി കാഴ്ചകൾ കാണാം. കൂടാതെ തന്നെ പോകുന്ന യാത്രയിലെ വിഷ്വൽസൊക്കെ ഞാൻ ഈ ഒരു വ്ളോഗിൽ തന്നെ ഉൾപ്പെടുത്താം. സുഹൃത്തുക്കളെ, ഇന്ന് കഴിക്കുന്ന ഭക്ഷണമാണ് ഞാനിത് പരിചയപ്പെടുത്തി തരാം. ഇതാണ് ഗുറുങ് ബ്രെഡ് എന്ന് പറയുന്നത്. ഗുറുങ് എന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു കാസ്റ്റാണ്. ഹിമാലയ റീജിയനിലേക്ക് പോകുമ്പോൾ കാണുന്ന ഒരു കാസ്റ്റാണ് ഗുറുങ് എന്ന് പറയുന്നത്. അവിടുത്തെ ലോക്കൽ ബ്രെഡാണിത്. ഇതിൻ്റെ അകത്ത് മൈദ കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. മൈദ ആട്ടയൊക്കെ മിക്സാക്കി ഉണ്ടാക്കുമ്പോൾ ഇതിൻ്റെ അകത്ത് മുട്ടയുണ്ട്, മുട്ട പൊട്ടിച്ച് ഒഴിക്കും. കൂടാതെ തേൻ, ജാം എല്ലാം ഇവർ ചേർക്കും കേട്ടോ. ഈ ഒരു ഗുറുങ് ബ്രെഡ് പലതരത്തിലുണ്ട് കേട്ടോ. നല്ലതുപോലെ പ്യൂറായിട്ട് ഓർഗാനിക് ആക്കുന്നതുകൊണ്ട് ഈ ഒരു ഭാഗത്ത് നല്ലതുപോലെ സഞ്ചാരികൾ വരുന്നതുകൊണ്ട് ഇത്രമാത്രം ഓർഗാനിക് പ്രൊഡക്റ്റ് ഇവർക്ക് കിട്ടത്തില്ല. അത് അവർ വീടുകളിലേക്കാണ് ഉപയോഗിക്കുക. പക്ഷേ നമ്മളുമായി ഇവർ നല്ലപോലെ സൗഹൃദത്തിലായാൽ നമുക്ക് പ്യൂർ കിട്ടും കേട്ടോ. ഇന്ന് എനിക്കൊരു ഒറിജിനൽ കൊണ്ടു തന്നിട്ടുണ്ട്. കൂടെ അതിൻ്റെ കൂടെ നമുക്ക് കൂട്ടാൻ തേനാണ്. തേൻ വേണ്ട, ഓൾറെഡി ഞാൻ നല്ലപോലെ ചായ കുടിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഗുറുങ് ബ്രെഡ് കാണാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് കൊണ്ടുവന്നത്. കണ്ടോ, ഒരു വലിയൊരു റൊട്ടിയാണ്, നല്ല ടേസ്റ്റ് കേട്ടോ. ഫോറിനേഴ്സിന് ഇഷ്ടപ്പെട്ട ഒരു ഭക്ഷ്യ വിഭവം കൂടിയാണ് ഈ ഒരു ഭാഗത്ത്. സുഹൃത്തുക്കളെ, ഞാൻ ഇന്നലെ താമസിച്ചത് ഇവിടെയാണ്. ഫോറസ്റ്റ് ക്യാമ്പ് എന്ന് പറയുന്ന ഈ ഒരു ട്രെക്കിങ്ങിൻ്റെ ഒരു ലൊക്കേഷനാണ്. നമുക്ക് ഇവിടുത്തെ ഒരാളെ പരിചയപ്പെടാം. തബൈ നമസ്തേ. हाँ नमस्ते सुरु बोले हेलो नमस्ते गुड मर्निङ एभ्रिवान वेलकम टु मार्दी हिमाल फरेस्ट क्याम्प होटल रिदम सम्पूर्णलाई नेपालीमा बात गर्छ नेपालमा बात गरौँ। गुड मर्निङ नमस्ते एभ्रिवान सबैलाई भन्न चाहन्छु र मर्दी हिमाल आउने पर्यटकीयहरूलाई पनि वेलकम भन्न चाहन्छु र देश विदेशमा रहनुभएका सम्पूर्ण नेपाली तथा स्वदेशी विदेशी दाजुभाइ दिदीबहिनीहरूलाई म यो मार्दी हिमाल घुम्न आउनको लागि म धेरैभन्दा धेरै हार्दिक अनुरोध गर्न चाहन्छु र मर्दी हिमालको നമ്മളെ ഈ ഒരു യാത്ര ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ബഡ്ജറ്റിൽ താമസിക്കാനും നല്ല ഓർഗാനിക് ഭക്ഷണം കിട്ടുന്ന ഒരു ഹോട്ടലാണ്. ഏകദേശം 300 രൂപ റേഞ്ചിൽ നിങ്ങൾക്ക് ഇവിടെ താമസം കിട്ടും ഒരു ബെഡിന് മാത്രം. എനിക്കിവിടെ ഇവർ സൗജന്യമായിട്ടാണ് താമസവും കാര്യങ്ങളൊക്കെ തന്നത്. ഇതാണ് ഇവരെ ഹോട്ടലിൻ്റെ ബോർഡ് കേട്ടോ. മാർദി ഹിമാൽ, അതായത് കാണ്ടെ വില്ലേജിൽ നിന്ന് ഓസ്ട്രേലിയൻ ക്യാമ്പ്, പിന്നെ നേരെ വരുന്നത് ഫോറസ്റ്റ് ക്യാമ്പാണ്. അവിടെ വന്ന് നിങ്ങൾ താമസിക്കുകയാണ് ഇവിടെ താമസിച്ചോ കേട്ടോ. നല്ല മനുഷ്യരാണ്. धन्यवाद थैंक यू सो मच एवरीवन മാർദി ഹിമാൽ ബേസ് ക്യാമ്പിലേക്കുള്ള യാത്രയാണല്ലോ. പക്ഷേ നിങ്ങൾക്ക് ഞാൻ മറ്റൊരു ഹിമാലയ കാണിച്ചു തരാം. മാച്ചപുച്ചാര എന്ന് പറഞ്ഞാൽ നേപ്പാളിലെ ഏകദേശം 1000 മീറ്ററിനടുത്തോളം സ്ഥിതി ചെയ്യുന്ന ഒരു വലിയൊരു പീക്കാണ് കേട്ടോ. നേപ്പാളിൽ ക്ലൈംബ് ചെയ്യാൻ ബാൻ ചെയ്ത ഒരു പീക്ക് കൂടിയാണ് നിങ്ങൾ ഈ മുകളിൽ കാണുന്ന മാച്ചപുച്ചാര എന്ന് പറയുന്നത്. ഷേപ്പ് കണ്ടോ, ഇങ്ങനെയാണ് കേട്ടോ അതിൻ്റെ ഷേപ്പ് വരുന്നത്. എനിക്ക് പറയാൻ ഇഷ്ടം പെൻസിൽ ഷേപ്പ് എന്നാണ്. പക്ഷെ ഒരു രക്ഷയില്ല കേട്ടോ, എത്ര മനോഹരമാണ്. ഈ ഫ്രെയിം കണ്ടോ, ബാദലാണ്. ഈ ഒരു സ്ഥലത്തിന് ബാദൽ ക്യാമ്പ് എന്നാണ് പറയുക. ബാദൽ എന്ന് പറഞ്ഞാൽ കോടമഞ്ഞില്ല, അതിനാണ്. അത് കണ്ടോ, താഴ്വാരം മൊത്തം ബാദലാണ്, ഇവിടെ മൊത്തം പച്ചപ്പ്, അങ്ങ് മുകളിൽ ഹിമാലയം കേട്ടോ. അതിൻ്റെ തൊട്ടപ്പുറത്ത് വരുന്ന അപ്പർ മുസ്താങ്ങാണ് കേട്ടോ. നേപ്പാളിലെ അപ്പർ മുസ്താങ് എന്ന് പറഞ്ഞ സ്ഥലമാണ്. പക്ഷേ ഒരു രക്ഷയില്ല കേട്ടോ. ഇവിടെ ഈ ഒരു ഭാഗത്ത് ഈ ഒരു ഹിമാലയ ആണെങ്കിൽ തൊട്ട് പുറത്ത് ഹിംജുലി ഉണ്ട്, അന്നപൂർണ്ണ സൗത്ത് ഒക്കെ ഞാൻ കാണിച്ചു തരാം. പക്ഷേ ഒരു 10 മിനിറ്റ് 20 മിനിറ്റ് മാത്രമാണ് ഈ ഒരു കാഴ്ച കാണാൻ സാധിക്കത്തുള്ളൂ. കാരണം മൊത്തം കോടമഞ്ഞ് ഇങ്ങനെ മാറി വരും കേട്ടോ. കാറ്റിൻ്റെ ദിശക്കനുസരിച്ചിട്ടാണ് ഞാൻ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നത്. പക്ഷെ വളരെ സന്തോഷം തോന്നുന്നു. ആ ഒരു പീക്ക് കൺമുമ്പിൽ കാണാൻ സാധിച്ചല്ലോ. അത് തന്നെയാണ് ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ഭാഗ്യം എന്ന് പറയുന്നത്. സുഹൃത്തുക്കളെ, കേരളത്തിലെ മീശപ്പുലി മലയിൽ മഞ്ഞ് പെയ്യുന്നത് കണ്ടിട്ടുണ്ടോ എന്ന് പറഞ്ഞ വീഡിയോസൊക്കെ കാണാറില്ലേ? അതേപോലെ നോക്കിയേ, മാച്ചപുച്ചാര ഹിമാലയ താഴ്വരയിൽ കോടമഞ്ഞിൻ്റെ ഒരു താഴ്വാരാണ് കേട്ടോ കാണുന്നത്. ഇവർ ബാദൽ എന്ന് പറയും. എത്ര മനോഹരമാണെന്നറിയോ? ഹൗ ബ്യൂട്ടിഫുൾ ദിസ് ലൊക്കേഷൻ. കുറച്ച് ഇംഗ്ലീഷൊക്കെ ആക്കാം.
ഞാൻ പാട്ട് കേട്ടുകൊണ്ടാണ് എപ്പോഴും എൻ്റെ ജീവിതത്തിൽ യാത്രകൾ ചെയ്യുക. എന്തിനു ചോദിച്ചാൽ ഈ പ്രകൃതിയെക്കുറിച്ച് വിവരിക്കണമെങ്കിൽ പഴയ പാട്ടുകൾ ജീവിതത്തിൽ കേട്ടാൽ മതി. എത്ര സന്തോഷമാണെന്നറിയോ. ചെറിയ സമയങ്ങളിൽ മാത്രമാണ് ഹിമാലയത്തിൻ്റെ കാഴ്ചകൾ കാണാൻ സാധിക്കുന്നത്. പക്ഷെ ഞാൻ എൻ്റെ ജീവിതത്തിൽ എത്രമാത്രം സന്തോഷിക്കുന്നുണ്ടെന്നറിയോ. കാരണം ഇത്രയും മനോഹരമായൊരു ഭൂമി കാണുമ്പം ഏതൊരു മനുഷ്യൻ്റെ ഹൃദയത്തിൻ്റെ താഴ്വരയാണ് സന്തോഷിക്കാതിരിക്കുക. ഇത് നോക്കിയേ, മാപ്ച പുച്ചാരെ തൊട്ട് താഴിലൊക്കെ മൊത്തം ഹിമാലയാസ് ആണ് കേട്ടോ. ദ ലാൻഡ് ഓഫ് ഹിമാലയാസ് എന്ന് വേണം നമുക്ക് വിശേഷിപ്പിക്കുക. എന്തായാലും വളരെ സന്തോഷം. നമുക്ക് യാത്രകൾ തുടരാം. ഹിമാലയ താഴ്വരയിൽ കോടമഞ്ഞ് നദിയായി ഒഴുകിപ്പോകുന്ന ഒരു കാഴ്ചയാണ് നിങ്ങൾ ഈ കാണുന്നത്. എന്തൊക്കെയാണല്ലേ ഈ ഒരു ഭൂമിൻ്റെ അത്ഭുതം എന്ന് പറയുന്നത്. വലിയൊരു പർവ്വത പ്രദേശം, കടൽ പോലെ കോടമഞ്ഞ് ഒഴുകിപ്പോകുന്നു. ഇതൊക്കെ കാണുമ്പോഴാണ് കേട്ടോ ജീവിക്കാൻ തോന്നുന്നത്. ഇനിയും മനോഹരമായ യാത്രകൾ ചെയ്ത് ഈ ഭൂമിയിലൂടെ സഞ്ചരിക്കാനുള്ള ആഗ്രഹം കൂടിക്കൂടി വരികയാണ്. സുഹൃത്തുക്കളെ, ഭൂമിയിലെ മനോഹരമായ പർവ്വത താഴ്വരകളിലൂടെ യാത്ര ചെയ്യുമ്പോൾ കിട്ടുന്ന സന്തോഷം എന്താണെന്നറിയോ? മാച്ചപ്പുച്ചാര എന്ന് പറഞ്ഞ ഒരു ഹിമാലയമാണ് ഈ കാണുന്നത്. ഓരോരോ ആംഗിളിൽ നിന്നും ഞാൻ ഓരോരോ രീതിയിലാണ് വീഡിയോസ് എടുക്കുന്നത്. കാരണം നമ്മൾ കാണുന്ന ഓരോ കാഴ്ചകളും മനോഹരമാണ്. ജീവിതത്തിൽ സന്തോഷിക്കാൻ കിട്ടുന്ന ഓരോ നിമിഷങ്ങളും നമ്മൾ സേവ് ചെയ്ത് വെക്കുക കേട്ടോ. ഈ ഒരു കാഴ്ച നോക്കിയേ, എന്ത് രസമാണല്ലേ കാണാൻ വേണ്ടി. ദൈവമേ, ഒരു ചിറകുകൾ കൂടി ഉണ്ടായിരുന്നെങ്കിൽ പറന്ന് അതിന് മുകളിൽ പോയി നിൽക്കായിരുന്നു. പക്ഷെ നേപ്പാളിൽ ബാൻ ചെയ്ത ഒരു കൊടുമുടിയാണ് കേട്ടോ മാച്ച പുച്ചാര എന്ന് പറയുന്നത്. ഏകദേശം 6993 മീറ്ററിലാണ് ആ ഒരു ഹിമാലയ സ്ഥിതി ചെയ്യുന്നത്. സുഹൃത്തുക്കളെ, എനിക്കൊരു കൂട്ടുകാരനെ കിട്ടിയിട്ടുണ്ട്. തബൈ നമസ്തേ. തബൈക്ക് ഞാൻ बोलिए. My name is Tamang. तमांग. Yes. Oh, इधर गुरुंग एंड तमांग. Tamang, like Sherpa, Mogor. Gurung and Tamang people is proper trekking and hiking guide, this type of people. Sherpa, I think Sherpas. Sherpas. Yeah. Okay, powerful. They are popular for trekking to the mountains. Like. ഓക്കെ, ഇവിടുത്തെ കൾച്ചറാണ് കേട്ടോ തവാങ് അല്ലെങ്കിൽ തന്നെ ഗുരുങ് എന്നൊക്കെ പറയുന്നത്. നേപ്പാളിലെ ഹിമാലയ റീജിയനിലെ ഫേമസ് ആയ ഒരു കൾച്ചറാണ്. ഓക്കെ, ജസ്റ്റ് എക്സ്പ്ലെയിൻ. Mardi. Okay. That means in Gurung language like golden house. Mardi in Gurung language golden house. That Mar means golden. Okay. And Dim means house. House. Mardi Himal second name golden house in your in Gurung language. Also. Oh, okay. പുള്ളിക്കാരന് കുറേ കാര്യങ്ങൾ അറിയാം. We can see a golden red In morning, evening and morning. Oh, evening also. Okay, I am waiting. Hey, your location name? Hotel? Our location is in Upper Badal Dada. Upper Badal Dada. Okay. What is meaning of Dada? Dada means hill. Hill. Okay. Dada in your language. Dada. Okay. Anyway, thank you. Cloudy. Cloudy. Okay. Okay. धन्यवाद. സുഹൃത്തുക്കളെ, ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ഫ്രെയിം കണ്ടോ? ഇവിടെ എത്തിപ്പെടാൻ വേണ്ടി അത്രമാത്രം റിസ്ക് എടുത്ത് ഞാൻ. എന്നാലും സാരമില്ല. വേൾഡ് 10th ഹയസ്റ്റ് പീക്കായ അന്നപൂർണ മൗണ്ടെയിൻ്റെ ഹിമാലയത്തിൻ്റെ ഒരു സൗത്ത് ഭാഗമാണ് കാണുന്നത്. തൊട്ടിപ്പുറത്ത് കാണുന്നതാണ് ഹിഞ്ചുലി എന്ന മറ്റൊരു ഹിമാലയ. എത്ര മനോഹരമാണെന്നറിയോ യാത്രകൾ. താഴോട്ട് നോക്കിയേ, ബാദലാണ്, കോടമഞ്ഞ്. ഒരു രക്ഷയില്ല കേട്ടോ. വളരെ സന്തോഷം തോന്നുന്നു ജീവിതത്തിൽ. യാത്രകളിൽ നമ്മൾ വ്യത്യസ്തമായ യാത്രകൾ ചെയ്യുമ്പോഴാണ് ഹൃദയത്തിൻ്റെ താഴ്വരയിലെ പൂക്കളൊക്കെ ഇങ്ങനെ വിരിയുന്നത്. ഞാൻ എന്തൊക്കെയോ പറയുന്നു എനിക്ക് തോന്നുന്നു. നിങ്ങൾ വിചാരിക്കും എനിക്ക് ചെറിയ മെൻ്റലൊക്കെ ഉണ്ടെന്ന്. മെൻ്റലൊന്നുമല്ല, ഭൂമിയിലെ മനോഹരമായ കാഴ്ചകൾ അടുത്തു നിന്ന് കാണുന്ന ഒരു മനുഷ്യൻ്റെ സന്തോഷം മാത്രമാണിത്. എന്നെക്കൊണ്ടാവുന്ന പോലൊരു യാത്രകൾ ചെയ്ത് ഈ ഭൂമിയിലെ മനോഹരമായ ദൃശ്യം ഈ ഒരു ഫ്രെയിമിൽ പതിപ്പിക്കാൻ കഴിയുന്നത് തന്നതിൽ ഏറ്റവും വലിയൊരു ഭാഗ്യം. യാത്രകൾ തുടരുകയാണ്. അതിൻ്റെ ബേസ് ക്യാമ്പിലേക്ക് വരെ ഞാൻ ഇനി പോകണം. നമുക്ക് പോകാം. മനുഷ്യൻ വിചാരിച്ചാൽ എത്തിപ്പെടാത്ത ഒരു സ്ഥലങ്ങളും ഈ ഭൂമിയിലില്ല എന്ന് നിങ്ങൾ കണ്ടോളൂ.
സുഹൃത്തുക്കളെ ഗുഡ് മോർണിംഗ്. മൂന്നാമത്തെ ദിവസം രാവിലെ 6:45 ഞാനൊരു വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. ഇന്നലെ രാത്രിക്കാണ് ഞാൻ ഇവിടെ എത്തിയത്. അതായത് ഹൈ ക്യാമ്പ് എന്ന് പറയും. ഏകദേശം 3500 മീറ്ററിലാണ് ഹൈ ക്യാമ്പ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ ബോർഡുണ്ട്. നല്ല തണുപ്പോട്ടെ, എക്സ്ട്രീം കോൾഡ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരാൾ എണീച്ചിട്ടില്ല കേട്ടോ, എല്ലാവരും ഉറങ്ങുവാണ്. ടൂറിസ്റ്റ് ആയാലും ഞാൻ ഈ ഗോൾഡൻ വ്യൂ കിട്ടും വിചാരിച്ചാണ് നിൽക്കുന്നത്. എൻ്റെ ബാക്കിൽ കാണുന്ന അന്നപൂർണ്ണ റീജിയനാണ്. അന്നപൂർണ്ണ എന്ന് പറയുന്നത് എത്രയോ വീതിയിൽ കിടക്കുന്നൊരു ഹിമാലയാണ് കേട്ടോ. സൗത്ത്, വെസ്റ്റ്, നോർത്ത് അങ്ങനെ തുടങ്ങിയ കുറേ ഏരിയകളുണ്ട് അന്നപൂർണ്ണയ്ക്ക്. അതിലൊരു സൗത്ത് ഭാഗം മാത്രമാണ് നിങ്ങൾ കാണുന്നത്. ഞാൻ പറഞ്ഞ മാർദി ഹിമാലയിലെ മച്ചപുച്ചാരെ ഹിമാലയത്തിൻ്റെ തൊട്ട് താഴെയുള്ളൊരു ചെറിയൊരു ഭാഗമാണ് മാർദി ഹിമാലയം എന്ന് പറയുന്നത്. അത് ഇപ്പോഴാണ് പോപ്പുലർ ആയത്. അങ്ങനെയാണ് മാർദി ട്രെക്ക് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വേറെ ഇവർ കൊണ്ടുവന്നത്. ഒരു ടൂറിസ്റ്റ് ലൊക്കേഷൻ ആക്കാൻ വേണ്ടിയാണ് കേട്ടോ. പക്ഷേ സാരമില്ല, വളരെ സന്തോഷം ഈ സ്ഥലത്ത് എത്താൻ കഴിഞ്ഞത്. ഇത് നോക്കിയേ, വ്യൂ കണ്ടോ. ഇനി ഇത് മൊത്തം സ്വർണ്ണ കളറാവും. സൂര്യൻ വരണ്ടേ, ഇവിടെ സൂര്യൻ വരുന്നതിനൊക്കെ ഒരു സമയമുണ്ട് കേട്ടോ. ഡിസംബർ മാസമാണ്. ഇങ്ങോട്ട് വരുന്നവരോട് എനിക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം, നല്ല എക്യുപ്മെൻറ്റ്സ് ഇങ്ങോട്ട് കൊണ്ടുവരും കേട്ടോ. നല്ല ജാക്കറ്റും കാര്യങ്ങളൊക്കെ എടുത്ത് ഇങ്ങോട്ട് വരാൻ നോക്കുക. കാരണം അത്രമാത്രം തണുപ്പാണ്. ഞാനിപ്പോൾ ഇട്ട് ജാക്കറ്റിനോട് പിടിച്ചു വെക്കാൻ പറ്റുന്നില്ല. കാരണം യാത്രേൻ്റെ എക്സ്പീരിയൻസ് കൊണ്ട് മാത്രമാണ് ഇങ്ങനെയുള്ള ജാക്കറ്റൊക്കെ ഉപയോഗിക്കുന്നത്. ഇവിടെ 600 രൂപ നേപ്പാൾ പൈസക്ക് റൂം കിട്ടി. ഇന്നലെ ഈ ഒരു റൂമിലൊന്നും കസ്റ്റമർ ഉണ്ടായിരുന്നില്ല, ഒരു ഫോറിനറാണ് ഉള്ളത്, പിന്നെ ഞാനും. അതുകൊണ്ടാണ് 600 രൂപക്ക് റൂം കിട്ടിയത്. ബോർഡ് കണ്ടോ, വെൽക്കം ടു ഹൈ ക്യാമ്പ് എന്നുള്ളൊരു ബോർഡാണ് ഈ കാണുന്നത്. 3550 മീറ്ററിലാണ് കേട്ടോ സ്ഥിതി ചെയ്യുന്നത്. അങ്ങ് ദൂരെ കണ്ടോ, അതാണ് മാച്ചപുച്ചര എന്ന് പറഞ്ഞ ഒരു പീക്കാണ്. ഏകദേശം 6993 മീറ്ററിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഹിമാലയമാണ്. അതിൻ്റെ തൊട്ട് താഴെ കാണുന്ന ഒരു ഹിമാലയ ഭാഗം കണ്ടോ, അതാണ് മാർദി ഹിമാലയം എന്ന് പറയുന്നത്. ഇപ്പോഴാണ് കേട്ടോ മാർദി ഹിമാൽ പോപ്പുലർ ആയത്. ഗംഗപൂർണ്ണ, അന്നപൂർണ്ണ, മാർദി ഹിമാൽ കൂടാതെ തന്നെ മച്ചപുച്ചാരെ 4 ഹിമാലയത്തിൻ്റെ ഒരു ഭാഗമാണ് കാണാൻ സാധിക്കുന്നത്. കൂടാതെ തന്നെ ഹിംജുളി എന്ന് പറഞ്ഞ ഹിമാലയം. നിങ്ങൾ അന്നപൂർണ്ണ ബേസ് ക്യാമ്പിൽ പോയാലും മാർദി ഹിമാൽ ബേസ് ക്യാമ്പിൽ വന്നാലും എല്ലാ ഹിമാലയം ഇവിടെ നിന്ന് കാണാൻ സാധിക്കും കേട്ടോ. അത് പുതിയൊരു റൂട്ട് ഇവർ ഉണ്ടാക്കിയതാണ്, പെട്ടെന്നൊരു സഞ്ചാരികൾക്ക് വരാനും കാര്യങ്ങൾക്കൊക്കെ. പക്ഷെ വളരെ പെട്ടെന്ന് പോപ്പുലറായി കേട്ടോ. ധാരാളം ഹിമാലയത്തിൻ്റെ കാഴ്ചകൾ കാണാൻ സാധിക്കുന്നതുകൊണ്ട് ബേസ് ക്യാമ്പിലേക്ക് ഇവിടുന്ന് ആൾക്കാർ പോകേണ്ടെന്നാണ് പറയുന്നത്. അതായത് 6 മണിക്കൂർ മാത്രമായി ബേസ് ക്യാമ്പിലേക്ക് നടക്കണം. അത് അപകടമാണ് കേട്ടോ. കാരണം ഒന്നും എൻ്റെ കയ്യിൽ ഗൈഡില്ല, അത് ശൈത്യമാണ്. ഞാൻ 4000 മീറ്റർ 5000 മീറ്ററിലൊക്കെ ഞാൻ ഇന്ത്യയിലുണ്ടാവും പോയിട്ടുണ്ട്. പക്ഷേ ഇത് വളരെ വ്യത്യാസമാണ്. ലോകത്തിലെ 10ാമത്തെ ഉയരം കൂടെ കൊടുമുടിയായ അന്നപൂർണ്ണയാണ്. അന്നപൂർണ്ണ റീജിയനിലാണ് ഈ ഹിമാലയം മൊത്തം സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. മാർദി ഹിമാലയ ഏത് റീജിയനിലാണെന്ന് ചോദിച്ചാൽ അന്നപൂർണ്ണ ഹിമാലയ റീജിയനിലാണ് മാർദി ഹിമാലയ ആയാലും മച്ചപുച്ചാര ആയാലും സ്ഥിതി ചെയ്യുന്നത്. സുഹൃത്തുക്കളെ നമസ്കാരം. അന്നപൂർണ്ണ സൗത്തിൻ്റെ ഒരു ഗോൾഡൻ വ്യൂ ആണ് നിങ്ങൾ ഈ കാണുന്നത്. തൊട്ടപ്പുറത്ത് കാണുന്ന ഹിംജുളി എന്ന് പറഞ്ഞ മറ്റൊരു ഹിമാലയമാണ്. ജീവിച്ചിരിക്കുമ്പോൾ മനോഹരമായ കാഴ്ചകൾ കാണാൻ കഴിയുന്നത് തന്നെയാണ് ഭാഗ്യം. ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലത്തിൻ്റെ ആൾട്ടിറ്റ്യൂഡ് എന്ന് പറയുന്നത് 3500 മീറ്ററിലാണ് കേട്ടോ. എത്ര മനോഹരമായ കാഴ്ചയാണ് നോക്കിയേ. ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെയുള്ള സാധനമൊക്കെ ഉപയോഗിക്കുന്നത്. പക്ഷെ നല്ല രസമുണ്ട് ഇത് കാണാൻ വേണ്ടി. നല്ല ആൾട്ടിറ്റ്യൂഡിൻ്റെ പ്രശ്നമുണ്ട്, പക്ഷേ കാണുന്ന കാഴ്ച, നമ്മൾ ഈ ഒരു ട്രെക്കിങ് ചെയ്യുന്നത് അപൂർവമാണ്. പക്ഷെ അതിനുള്ളിൽ നമ്മൾ എടുക്കുന്ന വിഷ്വൽസ് ഉണ്ടല്ലോ, അതിനാണ് പ്രാധാന്യം. കണ്ണുകൊണ്ട് നേരിട്ട് അടുത്തുനിന്ന് ഈ ഒരു വലിയ ഹിമാലയത്തിൻ്റെ ഗോൾഡൻ വ്യൂ കാണാൻ പറ്റുന്നത് തന്നെ മനോഹരമായൊരു കാര്യം തന്നെയാണ് കേട്ടോ. നിങ്ങളും നല്ല നല്ല യാത്രകൾ ചെയ്യൂ. രാവിലെ 7 മണിക്കാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇവിടെ നിന്ന് ഷൂട്ട് ചെയ്യുന്നത്. എന്ത് തന്നെയായാലും വളരെ സന്തോഷം തോന്നുന്നു. ഇവിടെ ആരെയും കാണുന്നില്ല കേട്ടോ വീഡിയോസ് ഒന്ന് ഷൂട്ട് ചെയ്യാൻ വേണ്ടി. കാരണം അത്രയും ശൈത്യം കേട്ടോ, അതിശൈത്യമാണ്. നല്ല എക്യുപ്മെൻറ്റ്സ് ഒക്കെ എടുത്തിട്ട് നിങ്ങൾ വലിയ ഹിമാലയ റീജിയനിലേക്ക് വരിക. അന്നപൂർണ്ണ റീജിയൻ എന്ന് പറയുന്ന എത്രയോ വീതിയിൽ കിടക്കുന്ന ഒരു ഹിമാലയത്തിൻ്റെ ഭാഗമാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ താഴ്വര എന്ന് പറയുന്നത് നിങ്ങൾക്ക് പറയേണ്ട ആവശ്യമില്ലല്ലോ, അത്രയും തണുപ്പാണ്. നേപ്പാളിലെ ഗണ്ഡകി പ്രൊവിൻസിലെ കാസ്കി ജില്ലയിലാണ് ഈ ഒരു സ്ഥലമൊക്കെ വരുന്നത്. എന്ത് തന്നെയായാലും ജീവിതത്തിൽ വളരെ അഭിമാനവും സന്തോഷമൊക്കെ തോന്നുന്ന ഒരു നിമിഷത്തിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഞാൻ 3 ദിവസം കൊണ്ട് നടത്തിയ യാത്ര വെറും 15 മിനിറ്റിൽ നടത്തിയ സഞ്ചാരികളുണ്ട് കേട്ടോ. പൊക്രയിൽ നിന്നും ഡയറക്റ്റ് ഹെലികോപ്റ്ററിൽ വന്ന ആൾക്കാരാണ്. നല്ല പൈസയാണ് കേട്ടോ, ലക്ഷങ്ങൾ വേണ്ടി വരും ഹെലികോപ്റ്ററിൽ വരാൻ വേണ്ടി. പക്ഷേ പുള്ളിക്കാരൻ എന്താ വെറും 15 മിനിറ്റ് കൊണ്ട് ഹിമാലയത്തിലെത്തിയിരിക്കുകയാണ് പൊക്രയിൽ നിന്നും. യാത്രകൾ പലതരത്തിലാണെന്ന് പറയാറില്ലേ, അതുപോലെയാണ് കേട്ടോ. 15 മിനിറ്റിനുള്ളിൽ ആ യാത്ര ആ ഒരു സഞ്ചാരി ഫിനിഷ് ചെയ്തു. നമുക്ക് ലക്ഷങ്ങളും കോടികളും ഉണ്ടെങ്കിൽ ഇതുപോലെ ഹിമാലയത്തിലെ ബേസ് ക്യാമ്പിലൊക്കെ അത്രയും പ്രൊഫഷണലായുള്ള പൈലറ്റുമാരുടെ കൂടെ നേപ്പാളിൽ യാത്ര ചെയ്യാൻ പറ്റും കേട്ടോ. ഫോറിനേഴ്സാണ് അധികം ഇങ്ങനെ ഹെലികോപ്റ്ററിലൊക്കെ ഹിമാലയ ബേസ് ക്യാമ്പിലൊക്കെ വരുന്നത്.
എന്താണ് ഹൈ ക്യാമ്പിലേക്കാണ് പുള്ളിക്കാരൻ പൊക്രയിൽ നിന്നും ഡയറക്റ്റ് വന്നിരിക്കുന്നത്. എന്തായാലും സമ്മതിച്ചിരിക്കും കേട്ടോ. പുള്ളിക്കാരൻ്റെ ജീവിതത്തിൽ അത്രയും പൈസ കൊടുത്ത് ഒരു 15 മിനിറ്റിനുള്ളിൽ മറ്റുള്ള സഞ്ചാരികൾ 3-4 ദിവസം എടുത്ത് വരുന്ന ആ ഒരു യാത്ര ഒരു 15 മിനിറ്റിനുള്ളിൽ തീർത്തിരിക്കുകയാണ്. സുഹൃത്തുക്കളെ, 4200 മീറ്ററിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഹൈ ക്യാമ്പിൽ നിന്നും ഇങ്ങോട്ട് വരാൻ വേണ്ടി 2 മണിക്കൂർ വേണം. ഇവിടുന്ന് ബേസ് ക്യാമ്പിലേക്ക് പോകാൻ വേണ്ടി 3 മണിക്കൂർ. ബേസ് ക്യാമ്പിൽ പോയ ഗുണമെന്ന് വിചാരിച്ചാൽ നിങ്ങൾക്ക് നിയർ ബൈ ഹിമാലയ കാണാൻ സാധിക്കും. ഗൈഡ് ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ. കാരണം ആൾട്ടിറ്റ്യൂഡിൻ്റെ ഇഷ്യൂ നല്ലപോലെ വരുന്നുണ്ട്. എനിക്കിങ്ങനെ സിക്ക് വരാറില്ല, നല്ലതുപോലെ എനിക്ക് ഹെഡേക്ക് വരുന്നത്. കാരണം നിങ്ങൾ കണ്ടോ, ഈ റീജിയൻ എന്ന് പറയുന്നത് അന്നപൂർണ്ണ ഹിമാലയ റീജിയനാണ് കേട്ടോ. എത്രയോ കിലോമീറ്ററോളം കിടക്കുന്ന അന്നപൂർണ്ണ റീജിയനാണ് കാണുന്നത്. അത് കണ്ടോ, ഈ ചെറിയ ഷേപ്പിൽ കാണുന്നതാണ് മാർദി ഹിമാലയ എന്ന് പറയുന്നത്. അതിൻ്റെ മുകളിൽ മാച്ചപ്പുച്ചാരേൻ്റെ ഒരു മനോഹരമായ വ്യൂ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. എന്ത് തന്നെയായാലും സന്തോഷം തോന്നുന്നു കേട്ടോ. ഇതൊക്കെ ജീവിതത്തിൽ കാണാൻ സാധിച്ചല്ലോ. ഒരു ഹിമാലയത്തിൻ്റെ ഭാഗമാവാൻ കഴിഞ്ഞതിൽ തന്നെ വലിയ സന്തോഷം തോന്നുന്നു. ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്ന ഹിമാലയം കണ്ടോ, ഗംഗപൂർണ എന്ന് പറഞ്ഞൊരു ഹിമാലയത്തിന്റെ സൈഡാണ് കേട്ടോ. അത് ഇത് മൊത്തം കവർ ചെയ്തിരിക്കുന്നത് അന്നപൂർണ്ണ ഹിമാലയ റീജിയനിലാണ്. എത്രയോ വീതിയിൽ സ്ഥിതി ചെയ്യുന്നൊരു ഹിമാലയത്തിന്റെ ഭാഗമാണ് കേട്ടോ. താഴെയൊക്കെ മൊത്തം മഞ്ഞ് വീണ് കിടക്കുന്നുണ്ട്. ഈ മാസം ഈ ഒരു ഭാഗത്ത് മഞ്ഞ് വീഴുന്നത് കുറവാണെന്ന് പറഞ്ഞു. ഏകദേശം 5-6 ദിവസം കൂടി കഴിഞ്ഞാൽ ഈ താഴ്വരകൾ മൊത്തം മഞ്ഞ് വീഴുന്ന കേട്ടോ പറയുന്നേ. വ്യത്യാസമുണ്ട്. ഞാൻ ധാരാളം ഹിമാലയ ഏരിയകളിൽ പോയിട്ടുണ്ടെങ്കിലും ഇവിടുത്തെ തണുപ്പിനും ഇവിടുത്തെ പ്രകൃതിക്കൊക്കെ വളരെ വ്യത്യാസം കേട്ടോ. ഭൂമിൻ്റെ കളറിനായാൽ പോലും ഇങ്ങോട്ട് വരുന്ന കാറ്റിനായാൽ പോലും അതിശൈത്യമാണ് കേട്ടോ. പിടിച്ചു നിൽക്കാൻ പണിയാണ്. ഇങ്ങനെയുള്ള, അതായത് ഈ ലോകത്തിൽ പോപ്പുലർ ആയിട്ടുള്ള ഹിമാലയൊക്കെ എന്ന് പറയുന്ന അത്രമാത്രം ആൾട്ടിറ്റ്യൂഡുള്ള സ്ഥലങ്ങളായിരിക്കും. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിങ്ങൾ വരുമ്പോൾ അത്യാവശ്യം നല്ല ജാക്കറ്റ് ഉപയോഗിക്കുക. ഇതുപോലെ ചാത്തൻ സാധനമൊന്നും വാങ്ങിയിട്ട് ഹിമാലയ യാത്രകളൊന്നും ചെയ്യരുത് കേട്ടോ. അനുഭവം കൊണ്ട് പറയുന്നതാണ്. ഞാനിന്ന് സിറ്റുവേഷൻ കൊണ്ടാണ് ഇങ്ങനെയുള്ള ജാക്കറ്റൊക്കെ ഉപയോഗിക്കുന്നത്. ഇത് കാണാൻ മാത്രമേ ഭംഗിയുള്ളൂ കേട്ടോ, ഇതിന് ഉപയോഗമില്ല. വളരെ മോശമാണ്. ഉള്ളിലേക്കാണ് തണുപ്പടിച്ച് കയറുന്നത്. താഴെത്തുമ്പോൾ ഞാൻ എന്തായാലും കിടന്നുറങ്ങും. അത്രമാത്രം ഞാൻ തളർന്നു കേട്ടോ. പക്ഷേ ഈ കാഴ്ചകളാണ് എൻ്റെ മനസ്സിനെ മാറ്റിമറിക്കുന്നത്. കാണ്ട എന്ന ഗ്രാമത്തിൽ നിന്നും ഇങ്ങോട്ടുള്ളൊരു യാത്ര എന്ന് പറയുന്നത് ആർഭാടം നിറഞ്ഞതാണ്. ഭക്ഷണത്തിനായാലും ഹോട്ടലിനായാലും നല്ല പൈസയുണ്ട്. പക്ഷെ നിങ്ങൾ വിചാരിച്ച ചെറിയ പൈസയ്ക്ക് ഈ യാത്രകൾ ചെയ്യാൻ സാധിക്കും. അതാണ് എൻ്റെ ഓരോ വ്ലോഗിലൂടെയും ഞാൻ നിങ്ങൾക്ക് എത്തിച്ചു തരുന്നത് കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുന്നു ഞാൻ കരുതുന്നു. നല്ല സമയം എടുത്തു കേട്ടോ. 3 ദിവസം എടുത്തു ഈ ഒരു യാത്രയ്ക്ക് വേണ്ടി. തിരിച്ചിറങ്ങാൻ വേണ്ടി എനിക്ക് തോന്നുന്നു 2 ദിവസം മതിയാവുമെന്ന്. കാരണം ഡൗൺ ആയിട്ടുള്ളൊരു സ്ഥലമാണ്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഈ ഒരു കാഴ്ചയൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഞാൻ കരുതുന്നു കേട്ടോ. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും തുടർന്ന് കാണുക. മനോഹരമായ ഭൂമിയിലെ മറ്റൊരു കാഴ്ചയുമായി ഞാൻ ഉടനെ വരാം.